10 കൊല്ലത്തെ നമ്മുടെ CPM-ത്തിന്റെ ഭരണത്തിന് ശേഷം കോൺഗ്രസിലേക്ക് വരികയാണ്. ഒരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് നല്ല രസമായിരിക്കും ഭരണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാണാമല്ലോ എങ്ങനെയാണ് ഇവരിതിനെല്ലാം ഈ ഒരു വാഗ്ദാനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സാർ പറഞ്ഞത് 5 വാഗ്ദാനങ്ങളൊക്കെ എങ്ങനെയാണ് അവർ ചെയ്യാൻ പോണേ നമുക്ക് നോക്കാം. എന്തായാലും പാക്കിൽമാരൊക്കെ നേരത്തെ തന്നെ പൊളിറ്റിക്സ് പറയുന്ന ആളാണ്. പക്ഷെ അത് പറയുന്നുണ്ടെങ്കിലും നിലപാട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ. കമൽ ഹാസൻ അവരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും വിജയ്ക്ക് കിട്ടിയ ഈ ഒരു വെൽക്കം ആ ഒരു സംഭവം വേറെ ആർക്കും തന്നെ അതെന്താണെന്നറിയോ, വിജയുടെ ആ പ്ലേസ്മെന്റ് റൈറ്റ് ടൈമിലായിരുന്നു. ഈ 107 MLA-മാരുടെ പേര് വിജയ്ക്ക് അറിയും? എനിക്ക് തോന്നുന്നില്ല. ശ്രീജിത്ത് പണിക്കരെ പറ്റി വന്നതിൽ വെച്ച് ഏറ്റവും തമാശ തോന്നിയ ഗോസിപ്പ് എന്താണ്? തമാശ തോന്നിയ ഗോസിപ്പ് കോടിയേരി ബാലകൃഷ്ണൻ. ഇപ്പോൾ ഒരു 10 കൊല്ലത്തെ നമ്മുടെ CPM-ത്തിന്റെ ഭരണത്തിന് ശേഷം കോൺഗ്രസിലേക്ക് വരികയാണ്. എന്ത് ഇതിലുള്ള പ്രതീക്ഷയാണ് താങ്കൾക്കുള്ളത്? ലാലേട്ടൻ ഈ അടുത്തിടെ ഒരു പ്രോഗ്രാമിൽ വിഷുവിൻ്റെ സമയത്ത് പറഞ്ഞൊരു ഫോൺ കോളിൽ സംസാരിച്ച ഓർമ്മയുണ്ടോ? ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സത്യത്തിൽ കേരളത്തിൻ്റെ ധനസ്ഥിതി എന്താണ് എന്നറിയാവുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് വലിയ ഹൈ ഹോപ്സ് ഇല്ല. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഒരു നല്ല അപ്രോച്ചബിൾ ആയിട്ടുള്ള മുഖ്യമന്ത്രി എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കൊരു ഫീൽ ഗുഡ് ഫാക്ടറാണ്. പക്ഷെ നമ്മൾ ഭരണത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലത്തേക്കുള്ള പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പണം വേണം. നമുക്ക് അക്യൂട്ട് ഫൈനാൻഷ്യൽ ക്രഞ്ച് ഉള്ള ഒരു സ്റ്റേറ്റാണ് നമ്മുടേത്. കാരണം നമുക്ക് സ്വന്തമായിട്ടുള്ള ധനാഗമ മാർഗ്ഗങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ടാക്സ്, ലോട്ടറി, ഇങ്ങനത്തെ കുറേ കലാപരിപാടിയുണ്ട്. മദ്യം, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ ഈ പൈസ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ബാഡ് മണിയാണ് നമ്മുടെ മെയിൻ ഇൻകം. അതിനെ നമ്മൾ കൂടുതൽ വർദ്ധിപ്പിക്കുക, ടാക്സ് ചെയ്യുക എന്നുള്ളതിനപ്പുറത്തേക്ക് നല്ല പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. ഇങ്ങനത്തെ മറ്റ് സംസ്ഥാനങ്ങൾ പ്രോസ്പർ ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു പരിപാടി, തനത് ധനാഗമ മാർഗ്ഗം എന്ന് പറയുന്ന രീതിയിലത്തേക്കുള്ള സോഴ്സസ് ഇല്ല. ആ സമയത്ത് കോൺഗ്രസ്സിൽ ഇപ്പോൾ KC ആയിക്കോട്ടെ, VD ആയിക്കോട്ടെ, RC ആയിക്കോട്ടെ, ആര് മുഖ്യമന്ത്രി ആയാലും അവർ നടപ്പാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്താ? ഒരു 5 ഗ്യാരണ്ടി അവർ ഇലക്ഷന് പറഞ്ഞിട്ടുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി, ഉമ്മൻചാണ്ടി ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര. സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമതേ ഊർധ്വൻ വലിക്കുന്ന KSRTC എങ്ങനെ സർവൈവ് ചെയ്യും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ പണം എവിടെ നിന്ന് പമ്പ് ചെയ്യും? ആൾക്കാർക്ക് ശമ്പളം കൊടുക്കണം, സംവിധാനം ഓടിപ്പോകണം, ഡീസൽ അടിക്കണം, ഇതെല്ലാം പരിപാടിയുണ്ട്. സ്ത്രീകളാണ് ഒരുപക്ഷെ KSRTC ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു വിഭാഗം. അവരുടെ യാത്ര സൗജന്യമാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെവിടെ പോയി നിൽക്കും എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ അഡീഷണൽ വരുന്ന ബേർഡൻ നമ്മൾ ബെയർ ചെയ്യുന്നത്? എവിടെ നിന്നാണ്? ഇവിടെ നിന്ന് പൈസ വരും. 1. 2, ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള പദ്ധതിയുണ്ട്, ഈ ഇൻഷുറൻസ് സ്കീം. 25 ലക്ഷം ഒരു ഹൗസ് ഹോൾഡിന്. അപ്പോൾ നമ്മൾ കാണുന്ന 4 വീടിന് 1 കോടി രൂപ വീതം വേണം. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അസുഖങ്ങളുണ്ട്, ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ വലിയ ഹ്യൂജ് ഫൈനാൻഷ്യൽ ബേർഡൻ ഇത് നമ്മൾ ഇവിടെ നിന്ന് കാണും. പിന്നെ കോളേജിലോ മറ്റോ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 1000 രൂപ വെച്ച് എത്ര ആൾക്കാർക്ക് കൊടുക്കണം? ക്ഷേമ പെൻഷനും മറ്റു കാര്യങ്ങളും 3000 രൂപ വെച്ച്. ഇപ്പോൾ ഉള്ളതിനേക്കാൾ വളരെ കൂടുതൽ അങ്ങനെ കൊടുക്കണം. പിന്നെ ആസ്പയറിങ് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് 5 ലക്ഷം രൂപയുടെ ധനസഹായം. ഇതിനെല്ലാം വേണ്ടത് പൈസയും ഇല്ല. സിനിമയിൽ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ ഇല്ലാത്തത് പൈസയുമാണ്. അപ്പം നമ്മുടെ കയ്യിൽ ഈ പൈസ ഇല്ല എങ്കിൽ നമ്മൾ എങ്ങനെ ഈ ഗ്യാരണ്ടീസ് ഫുൾഫിൽ ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. ദിവസം കിട്ടുന്നത് 200 രൂപയാണ്, അത് കൂട്ടിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് ആശാ വർക്കർമാർ ജെനുവിനായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തെരുവിൽ എത്ര കാലം നിന്നാണ് നമുക്കറിയാം. എന്തുകൊണ്ടാണ് സർക്കാർ ഇതിനെ പരിഗണിക്കാഞ്ഞത് എന്ന് വെച്ചാൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അവരോടത് മര്യാദയ്ക്ക് പോയി പറഞ്ഞു കൊടുക്കാമായിരുന്നു. അത് ചെയ്യാതെ അവരെയും വെറുപ്പിച്ച് നാട്ടുകാരെയും വെറുപ്പിച്ചത് കൊണ്ടാണ് ആൾക്കാർക്ക് ഭരണവിരുദ്ധ വികാരം ഉണ്ടായത്. ഞാൻ പറഞ്ഞത് പൈസ ഇല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും? അപ്പോൾ ഈ ബുദ്ധിമുട്ട് ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നമാണ്. പിന്നെ 2, പിന്നെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അപ്പം കോൺഗ്രസ് മുക്ത ഭാരതമാണ് BJPക്ക് വേണ്ടത്. അപ്പോൾ BJPയും കോൺഗ്രസും തമ്മിൽ വലിയ കടിപിടിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എത്രത്തോളം അസിസ്റ്റൻസ് എക്സ്ട്രാ? ഞാൻ പറഞ്ഞത് സ്റ്റേറ്റിന് റൈറ്റ്ഫുള്ളി കിട്ടേണ്ടുന്നത് കേന്ദ്രം കൊടുക്കും, അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ക്രഞ്ച് ഉണ്ട്, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ പാക്കേജ് വേണം എന്നൊക്കെ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നാഴേക്ക് 40 തൊട്ട് നരേന്ദ്രമോദി അംബാനിയുടെ ആളാണ്, മറ്റാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത് എത്രത്തോളം അനുഭാവപൂർവ്വം കേന്ദ്രം പരിഗണിക്കും? സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ ഒരു ബെയിൽ ഔട്ട് പാക്കേജ് വേണ്ടി വരും. അല്ലെങ്കിൽ ഇതൊക്കെ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വേണ്ടി വരും. അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? അപ്പോൾ സത്യത്തിൽ ഈ 3 പേര് മുഖ്യമന്ത്രിയാവാൻ അടികൂടുന്നല്ലോ. മുഖ്യമന്ത്രി ആവാതിരിക്കുന്നതാണ് അവർക്ക് നല്ലത്. കാരണം പൈസ ഇല്ലാത്തത് കൊണ്ട് അവസാനം ഈ ബ്ലെയിം മുഴുവൻ ഇവർക്ക് വരും. അവർ ആ ഒരു ബ്ലെയിം മുഴുവൻ ഇവർ കേൾക്കേണ്ടി വരും. ഖജനാവിലൊന്നുമില്ല. അപ്പോൾ അതല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പുതിയ വളരെ
ഇൻവെൻറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു മാർഗം കൊണ്ടുവന്നിട്ട് നമുക്ക് പൈസ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഉണ്ടാവണം. എന്താണ് ആ മാർഗം? അപ്പോൾ അത് വരുന്ന സമയത്താണെങ്കിൽ വിവാദം ഉണ്ടാവാം. അതുകൊണ്ട് നല്ല രസമായിരിക്കും ഭരണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് കാണാമല്ലോ എങ്ങനെയാണ് ഇവർ ഇതിനെല്ലാം ഈ ഒരു വാഗ്ദാനങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സാർ പറഞ്ഞത് 5 വാഗ്ദാനങ്ങളൊക്കെ എങ്ങനെയാണ് അവർ ചെയ്യാൻ പോണേ നമുക്ക് നോക്കാം എന്തായാലും. അതേപോലെ ഇപ്പോൾ 2020 എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു പാർട്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഇപ്പോൾ BJPൻ്റെ കാൻഡിഡേറ്റ്സ് അത് കുറച്ച് പേരുണ്ട്, ഇപ്പോൾ സാറിന് അറിയാം. അപ്പോൾ ആ ഒരു ചോയ്സ് ശരിക്കും കറക്റ്റ് നല്ലതായിരുന്നു. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു ഫോർമേഷൻ വരുന്നത് ഇലക്ഷനോട് ചേർന്നിട്ടാണ്. അപ്പോൾ ആൾക്കാർക്ക് അത് സിങ്ക് ഇൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ കാൻഡിഡേറ്റ്സിനെ പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ്സിനെ പ്രസൻറ്റ് ചെയ്യുന്നതിന് ഒന്നും തന്നെ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ അവർ പൊളിറ്റിക്സ് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ തന്നെ അതിൽ വളരെ കുറവാണ്. അപ്പോൾ അഖിൽമാരാരൊക്കെ നേരത്തെ തന്നെ പൊളിറ്റിക്സ് പറയുന്ന ആളാണ്. അഖിൽമാരത് പറയുന്നുണ്ട്. വേറെ എത്ര ആൾക്കാർ പൊളിറ്റിക്സ് പറയുന്നത്? അത് പറയുന്നുണ്ടെങ്കിലും നിലപാട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് സ്റ്റിൽ പൊളിറ്റിക്സ് പറയും. അതായത് ഇപ്പോൾ മുഖ്യമന്ത്രിയെ വിമർശിച്ചതിൻ്റെ പേരിൽ കേസ് ഉള്ള ആളാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പൊളിറ്റിക്കലി ഗവൺമെൻറ് ടാർഗറ്റ് ചെയ്യുന്ന CPM ടാർഗറ്റ് ചെയ്യുന്ന ഒരാളെന്ന രീതിയിലത്തേക്ക് അദ്ദേഹത്തിന് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഗവൺമെൻറ്റിൻ്റെ പല കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം അഭിപ്രായം പറയുന്നുണ്ട്. വീഡിയോസ്, ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പൊളിറ്റിക്സ് പറയുന്നുണ്ട്. പക്ഷേ മറ്റ് പല ആൾക്കാരും പൊളിറ്റിക്സ് പറയുന്ന ആൾക്കാരല്ല. അവരുടെ പൊളിറ്റിക്കൽ ഒപ്പീനിയൻ്റെ പേരിൽ നമ്മൾ അവരെ അറിയുന്നില്ല. ഒന്നുകിൽ ബിഗ് ബോസിൽ വന്നിട്ടുള്ളത് കൊണ്ട് ആൾക്കാർ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് കൊണ്ട് ആൾക്കാർ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് വളരെ പൊളിറ്റിക്കലി ഡൈനമിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ അങ്ങനെയുള്ള ഒരു കാൻഡിഡേറ്റ് പ്രസൻറ്റബിൾ ആണോ? ഇപ്പോൾ വിജയ് വന്ന് തമിഴ്നാട് അടിച്ചുകൊണ്ട് പോകുന്നു എന്ന് പറയുന്ന ഒരു സംഭവത്തോടുകൂടി കേരളത്തിൽ അങ്ങനെ ചൂണ്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ? അത് എളുപ്പമല്ല. അപ്പോൾ ഇവിടെ കോർ പൊളിറ്റിക്സ് പറയണം. അവരിൽ തന്നെ പല ആൾക്കാരും, ഇപ്പോൾ എനിക്ക് തോന്നുന്നു റാന്നി മണ്ഡലത്തിലാണെന്ന് തോന്നുന്നു മത്സരിച്ച അവരുടെ ഒരു കാൻഡിഡേറ്റ് ഉണ്ട്. റാന്നിയാണോ കോന്നിയാണോ എന്ന് ഓർക്കുന്നില്ല. ശബരിമല വിഷയം ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ താല്പര്യമില്ല എന്ന് പറഞ്ഞത്. അതിൻ്റെ കുറ്റപ്പെടുത്തുകയല്ലേ വേണ്ടേ? നിങ്ങളുടെ മുന്നണി എന്ന് പറയുന്നത് ശബരിമല വിഷയത്തിൽ CPMനെ കുറ്റപ്പെടുത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾ ഞാൻ ഇതിനെപ്പറ്റി ആരെയും കരിവാരി തേക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ആൾ വോട്ട് ചെയ്യുന്നത് വലിയ ധാരണ ഉണ്ടാവില്ലായിരിക്കും. അങ്ങനെ അതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ധാരണയില്ലാത്ത കുറേയധികം ആൾക്കാർ ഇവിടെ വന്നു. അപ്പോൾ ഈ ലാക്ക് ഓഫ് പ്രിപ്പയർനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇവർക്ക് സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കണം, എത്ര സീറ്റ് കിട്ടും, അപ്പോൾ നമ്മൾ ആരെയൊക്കെ കൊണ്ടുവന്ന് നിർത്തണം, ഈ കാര്യങ്ങളെപ്പറ്റി ഒരു ക്ലാരിറ്റി 2020 ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ TVKനെ കുറിച്ച് പറഞ്ഞു സാർ. ഇപ്പോൾ വിജയിൻ്റെ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ദ്രാവിഡ ഭരണമൊക്കെ ആയിരുന്നു. ഇപ്പോൾ വളരെ ഒരു ചരിത്ര ഇതായിട്ടുള്ളൊരു വിജയം തന്നെയായിരുന്നു TVK. അപ്പോൾ അദ്ദേഹം കോൺഗ്രസ് ആയിട്ട് അലൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. അപ്പോൾ അദ്ദേഹത്തിന് ഓൾറെഡി BJP ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ആദ്യം, ഭൂരിപക്ഷം വേണമെങ്കിൽ BJP ആയിട്ട് നിൽക്കണം എന്നുള്ളത്. അപ്പോൾ പിന്നീട് അദ്ദേഹം കോൺഗ്രസ് ആയിട്ട് അലൈൻ ചെയ്ത് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഇപ്പോൾ മമ്മൂട്ടിയോ മോഹൻലാലോ ഒക്കെ ആണെങ്കിൽ തോന്നുന്നില്ല നടക്കുന്നുള്ളത്. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് വിജയ്ക്ക് അവിടെ ഒരു ഭരണം കിട്ടിയിരിക്കുകയാണ്. എന്താണ് സാറിൻ്റെ ഒരു ഇതെങ്ങനെ നോക്കിക്കാണുന്നു? അദ്ദേഹത്തിന് എങ്ങനെയുള്ള ഭരണം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളത്? തമിഴ്നാട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമുക്കറിയാം, മുമ്പും സിനിമാ ഫീൽഡിൽ വന്നിരിക്കുന്ന എത്രയോ ആൾക്കാർ, MGR, ജയലളിതയും. ഇപ്പൊ കമൽഹാസൻ അവരൊക്കെ വന്നിട്ടുണ്ടെങ്കിലും വിജയ്ക്ക് കിട്ടിയ ഈ ഒരു വെൽക്കം ആ ഒരു സംഭവം വേറെ ആർക്കും തന്നെ. അതെന്താണെന്നറിയോ, വിജയുടെ ആ പ്ലേസ്മെന്റ് റൈറ്റ് ടൈമിലായിരുന്നു. അതായത് ആൾക്കാർക്ക് ഈ ഭരണം മടുത്തു. AIADMK ബെറ്റർ ഓൾട്ടർനേറ്റീവ് അല്ല. ജയലളിത പോയതോടുകൂടി AIADMKയുടെ കച്ചവടം കഴിഞ്ഞു. പിന്നെ ഈ BJP അലയൻസ് കാര്യങ്ങൾ ഒന്നും താല്പര്യമുള്ള ആൾക്കാർ പലരുമില്ല. BJPയിൽ തന്നെ AIADMK അലയൻസ് താല്പര്യമില്ലാത്ത ആൾക്കാരാണ് നിരവധി ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് DMK അല്ലെങ്കിൽ പിന്നെ AIADMK വേണോ എന്നുള്ള ഒരു ചോയ്സ് മാത്രമേ അവർക്ക് കൺവെൻഷനലി ഉള്ളൂ. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അവർക്ക് താല്പര്യമുള്ള ഒരാൾ, ഇഷ്ടം പോലെ ഫാൻസ് ഘടകമുള്ള ആൾ, അങ്ങനെ അവർ നോക്കുമ്പോൾ അവർക്ക് MGRനെ പോലെ വേണമെങ്കിൽ വളർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരാൾ അവിടെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം സംസാരിക്കുന്ന വെൽഫെയറാണ്. ഈ പറയുന്ന പോലത്തെ കൺവെൻഷണൽ പൊളിറ്റിക്സിൽ ഒന്നുമല്ല അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു വ്യക്തി വരുന്ന സമയത്ത് ഒരു ബെറ്റർ ഓൾട്ടർനേറ്റീവ് വേണമെന്ന് തോന്നുമ്പോൾ ആൾക്കാർ അദ്ദേഹത്തിന് വോട്ട് കൊടുക്കുകയാണ്. ഞാൻ കരുതുന്നത് ഈ 107-108 സീറ്റ് കിട്ടിയിരിക്കുന്നതിൽ ഓരോ സീറ്റിലും വിജയ്ക്കുള്ള വോട്ടാണ്. ഇപ്പം നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുന്ന പോലെ ഈ കാൻഡിഡേറ്റ് ഒന്നും അവിടെ പ്രസക്തമല്ല, വിജയ്ക്കാണ് വോട്ട്. അതുകൊണ്ടാണ് അത്രയും മെജോറിറ്റി കിട്ടുന്നത്. അതല്ലെങ്കിൽ അവരുടെ TVKയിൽ ഒരു 5 പേരുടെ പേര് പറഞ്ഞേ അറിയില്ല, ആർക്കും അറിയില്ല. അപ്പോൾ തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്ക് അറിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. അവർക്ക് പോലും അങ്ങനെ അറിയത്തില്ല. അവരുടെ ലീഡർഷിപ്പിലുള്ള ആൾക്കാർ, കോർ ആൾക്കാർ ആരൊക്കെയാണ് എന്നതിനെപ്പറ്റി അറിയണമെന്നില്ല. അപ്പോൾ വിജയ്ക്കുള്ള വോട്ടാണ്, അതൊരു ഭരണമാറ്റത്തിനുള്ള വോട്ടാണ്. ഞങ്ങൾ ഈ കൺവെൻഷണൽ പൊളിറ്റിക്സ് മടുത്തു, ഞങ്ങൾക്ക് വേറെ നല്ല ഓൾട്ടർനേറ്റീവ് ഇല്ല. BJP AIADMK തമ്മിലുള്ള ആടി തീർന്നിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിനുള്ള പ്രശ്നവും ഇത് തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ 2020 പറഞ്ഞില്ലേ, 2020 ഒറ്റയ്ക്ക് അധികാരം കിട്ടിയാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് പോലെയാണ് ഇപ്പോൾ
ടി വിക്കുള്ളത്. അപ്പോൾ അവർക്കിനി എന്താ വേണ്ടത്? ഓരോന്നിന് പോളിസി വേണം. എങ്ങനെയാണ് അവരുടെ ധനകാര്യ മാനേജ്മെൻറ്റ്, എങ്ങനെയാണ് കൃഷിയിലുള്ള അവരുടെ അപ്രോച്ച് എന്താണ്, ഇൻഡസ്ട്രീസിനുള്ള അവരുടെ അപ്രോച്ച് എന്താണ്, പൊതുജനാരോഗ്യം ഇവരെങ്ങനെയാണ് ചെയ്യാൻ പോവുക, ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മൾ നോക്കിയാൽ മതി, ഇനീഷ്യലി വന്നിരിക്കുന്ന ഡിക്ലറേഷൻസ് മുഴുവനും വെൽഫെയർ ഓറിയൻറ്റഡ് മാത്രമാണ്. സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫോഴ്സ്, സ്കൂളിൻ്റെ അടുത്ത് സൗജന്യ വൈദ്യുതി, പിന്നെ ഇപ്പോൾ കണ്ടില്ലേ മദ്യശാലകളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇതെല്ലാം വെൽഫെയർ ഫീൽ ഗുഡ് സാധനങ്ങളാണ്. ഇനി ഡീപ്പർ സാധനങ്ങളാണ് പൊളിറ്റിക്സ്. ഇപ്പോൾ ഒരു മേഖലയെ എങ്ങനെ ബെറ്റർ ആക്കാം, അതിനൊക്കെ വലിയ സ്റ്റഡീസ് വേണം. അപ്പം ഇനിഷ്യലി നമ്മളവരെ റൈറ്റ് ഓഫ് ചെയ്യണ്ട, കാരണം അവർക്ക് നേസൻ്റ് സ്റ്റേജാണ്, അവരെ സംബന്ധിച്ചിടത്തോളം ബേബി സ്റ്റെപ്സ് എടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറേ സമയം വേണം. കുറേ കാര്യങ്ങൾ ആദ്യം ചെയ്യുന്ന സമയത്ത് അവർ വീഴുമായിരിക്കും. പക്ഷെ അത് നമ്മളൊരു കൺവെൻഷണൽ പാർട്ടി, ഇപ്പോൾ കോൺഗ്രസിനെയോ DMKയോ എതിർക്കുന്നത് പോലെ, അല്ലെ BJP എതിർക്കുന്നത് പോലെ ഇനിഷ്യലി TVK എതിർക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്കിങ്ങനെ പെട്ടെന്ന് ലോട്ടറി അടിച്ചതുപോലെ ഭരണം കൈ കിട്ടുകയാണ്. അപ്പോൾ അവർക്ക് സെറ്റിൽ ഡൗൺ ചെയ്യാനായിട്ട് കുറച്ച് സമയം ഉണ്ടാകണം. പക്ഷേ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും. ലൈക്ക് ഹോം, ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പല്ലേ പോലീസ്, അപ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു. പിന്നെ വിജയ്ക്ക് ട്രസ്റ്റുള്ള ഈ 107 MLAമാരുടെ പേര് വിജയ്ക്ക് അറിയും? എനിക്ക് തോന്നുന്നില്ല, അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു ബന്ധം ആൾക്കാരിലേക്ക് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ സംഘടനാ ലെവലിൽ ഇത് വളരുക, ഭരണത്തിൽ വളരുക, രണ്ടും ഒന്നിച്ച് വളരുക എന്ന് പറയുന്നൊരു ചാലഞ്ചുണ്ട്. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിക്ക് ഇങ്ങനെയായിരുന്നില്ലേ? പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി പിടിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നില്ലേ? നമ്മളന്ന് കേട്ടതാണ്, ഒരു മൊബൈൽ റിപ്പയർ ഷോപ്പ് നടത്തുന്ന ഒരാളിനെ അവിടെ കാൻഡിഡേറ്റ് ആക്കി നിർത്തുന്നു, അയാൾ MLA ആവുന്നു. ഞാൻ പറഞ്ഞത്, ഈ ആളിനെ കേജ്രിവാളിനെ നേരിട്ട് അറിയുമോ? അല്ലെങ്കിൽ അവിടെ മുഖ്യമന്ത്രിയായി വന്നിരിക്കുന്ന ആളിനെ നേരിട്ട് അറിയുമോ? എന്താ അയാളുടെ സ്കില്ലെന്നറിയുമോ? അപ്പോൾ ഒരാളിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, വെക്കുന്നു. അപ്പോൾ ഇതാണ് ഈ കൂട്ടുത്തരവാദിത്വം. അയാളുടെ സ്കിൽ എന്താണ്, അയാളെ എവിടെ ഉപയോഗിക്കാം, ഈ കാര്യങ്ങളെല്ലാം അവർക്ക് കണ്ടുപിടിച്ചൊക്കെ ചെയ്യണമെങ്കിൽ ഒരു സാധാരണ ഗവൺമെൻറ്, ഒരു നമ്മളുടെ നാട്ടിലുള്ള സാധാരണ എസ്റ്റാബ്ലിഷ്ഡ് ഒരു പൊളിറ്റിക്കൽ പാർട്ടി നയിക്കുന്ന ഒരു ഗവൺമെൻറ്റിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം അവർക്ക് കൊടുക്കണം. അപ്പം നമ്മൾ ഷാർപ്പ് ക്രിറ്റിസിസം ആദ്യമേ റൈസ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ. വളരെ ഓബ്വിയസ് ആയിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള, ജനവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഓക്കെ. അതല്ലാതെ പോളിസീസ് എടുക്കാം, പരാജയപ്പെടാം, ആ സമയത്തൊക്കെ കുറച്ചൊരു ലീവേ അവർക്ക് കൊടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ സാർ, ഇപ്പോൾ BJP എന്ന് പറയുന്നത് ഒരു റിച്ചസ്റ്റ് പാർട്ടിയാണ് സത്യം പറഞ്ഞാൽ. ഇപ്പോൾ കുറേയധികം ആൾക്കാർ സ്വന്തം പാർട്ടിയിൽ നിന്നും BJPയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ അടുത്ത് തന്നെ രാഘവ് ചഡ്ഡ, അത്രയും എനിക്ക് തോന്നുന്നത് ഒരാഴ്ച മുന്നേ വരെ BJP അവിടെ ഉള്ളവരെല്ലാവരും ഗുണ്ടകളാണ് എന്ന് പറഞ്ഞ പ്രസ്താവന നടത്തിയ ഒരാൾ വിത്തിൻ ഫ്യൂ ഡേയ്സാണ് BJPയിലേക്ക് മാറുന്നത്. അപ്പോൾ ആ ഒരു സംഭവങ്ങളെല്ലാം കാണുമ്പോൾ ഇപ്പോൾ ധ്രുവ് രാത്തിനെ കുറേ ആൾക്കാർ പറയുന്നുണ്ട് എപ്പോഴാണ് ഇപ്പോൾ ധ്രുവ് രാത്തിയും കൂടി പോകുന്നത്. കാരണം അങ്ങനത്തെ ഒരു രീതിയിൽ ഇപ്പോൾ BJP അറിയപ്പെടുന്നുണ്ട്. കാരണം പൈസ റിച്ചസ്റ്റ് പാർട്ടിയാണ്, അപ്പോൾ പൈസ കൊടുത്തിട്ടാണ് ഇവർ ആൾക്കാരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളൊരു രീതിയിൽ. അതിന് സാറിന് എന്താണ് പറയാനുള്ളത്? നോക്കൂ, ഇത് പൈസ കൊടുക്കുന്നുണ്ടാകാം, മറ്റെന്തെങ്കിലും ഓഫറൊക്കെ കൊടുക്കുന്നുണ്ടാകാം, അത് നമുക്കറിയില്ല. കാരണം ഇത് പബ്ലിക്കലി നടക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ പൊളിറ്റിക്കൽ അലഗേഷൻ എന്ന രീതിയിൽ എല്ലാ കാലത്തും പറയുന്നതാണ്. പക്ഷേ ഇവിടെ ഞാൻ കാണുന്ന ഒരു പ്രശ്നം, നമ്മളതിൽ കാണിക്കുന്ന ഒരു ഇരട്ടത്താപ്പുണ്ട്. കാരണം ഇങ്ങനെ ആൾക്കാരുടെ ഒരു ഔട്ട്ഫ്ലോ BJPയിലേക്ക് മാത്രമല്ല പോകുന്നത്, മറ്റു പാർട്ടികളിലേക്കും ഉണ്ട്. മറ്റു പാർട്ടികളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ വേറെ പേരൊക്കെ ഇതിന് ഉപയോഗിക്കും. BJPയിലാണെങ്കിൽ ഇത് കുതിരക്കച്ചവടം, ആൾക്കാരെ കാശ് കൊടുത്ത് വാങ്ങി, ഇതൊക്കെ പറയും. BJP ഇന്നലെ വരെ ചീത്ത വിളിച്ച് നടന്നിരുന്ന ആളാണല്ലോ ഇന്ന് BJPയുടെ കൂടെ തോളിൽ കൈയിട്ട് നടക്കുന്നത് എന്നൊക്കെ നമ്മൾ പറയും. ഇതേ കാര്യം മറ്റുള്ള സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ തമിഴ്നാട് പൊളിറ്റിക്സിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ, കോൺഗ്രസ് ഈ ഇലക്ഷനിൽ മത്സരിക്കുന്ന DMKയുടെ പാർട്ണറായിട്ടാണ്. എന്നിട്ട് കോൺഗ്രസ് ചെയ്തത് എന്താ? ഇലക്ഷൻ കഴിഞ്ഞു, TVKക്ക് സിംഗിൾ മെജോറിറ്റി കിട്ടുന്നില്ല, പക്ഷേ ഹയസ്റ്റ് നമ്പർ ഓഫ് MLAമാരുണ്ട്. ആ സമയത്ത് ഇവർ ചെയ്തെന്താ? ഇവരുടെ 5 MLAമാരെ DMKയോട് പറയാതെ അപ്പുറത്തേക്ക് മാറ്റി. വിജയ് പൈസ കൊടുത്തിട്ടുണ്ടോ? അല്ലേ? ഞാൻ പറയുന്നത് BJPക്ക് വേണമെങ്കിൽ പറയാം, കുതിര കച്ചവടമാണ്, വിജയ് പൈസ കൊടുത്തിട്ട് ആളെ മേടിച്ചു എന്ന് പറയും. ഇത് തന്നെയാണല്ലോ BJP കേൾക്കുന്നത്, അവർക്ക് വേണമെങ്കിൽ അത് പറയാം. DMK പറയുന്നത് എന്താ? കോൺഗ്രസിനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതെന്നാണ് പറയുന്നത്. അവർ പ്രസ്താവന ഇറക്കി, പിന്നിൽ നിന്ന് കുത്തി എന്ന് പറഞ്ഞു. അപ്പോൾ കട്ടപ്പ കോൺഗ്രസ് എന്ന രീതിയിലത്തേക്ക് ഇവരെ ട്രോൾ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഇവർ ചിന്തിക്കുന്നത് കോൺഗ്രസ് പഴയ അവരുടെ ട്രേഡ്സ് വിട്ടിട്ടില്ല എന്നാണ് DMK പറയുന്നത്. ഇപ്പോൾ ഈ ആൾക്കാർ എന്ത് ഐഡിയോളജിയുടെ പുറത്താണ് പോയത്? അതായത് ഈ ഇലക്ഷനിൽ TVKക്കെതിരെ മത്സരിച്ചിരിക്കുന്ന ആൾക്കാരാണ്. സ്റ്റാലിൻ ഒന്നുകൂടെ കടത്തി പറഞ്ഞിട്ടുണ്ട്, പുതുച്ചേരിയിൽ കോൺഗ്രസ് പിന്നെ ഗ്രൂപ്പിൽ DMK അലയൻസാണ്. അപ്പോൾ കുറേ സീറ്റ് DMKക്ക് കൊടുത്തു. എന്നിട്ട് അവിടെ കോൺഗ്രസ്സും മത്സരിച്ചു. അലയൻസിൽ നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുകയാണ്, അതാ ഇത്ര സീറ്റ് കൊണ്ടുപോക്കോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ കാൻഡിഡേറ്റ്സിനെയും അവിടെ നിർത്തുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുന്നണി മര്യാദയല്ല. ജനാധിപത്യ മര്യാദ വിട്ടേക്കും, മുന്നണി മര്യാദയല്ല. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിനെ നമ്മളിവിടെ കൊണ്ട് കെട്ടും. അത് ഫെയർ പൊളിറ്റിക്സ് ആണോ? അല്ല. കേരളത്തിൽ നോക്കും,
സന്ദീപ് വാര്യർ, രാഹുൽ ഗാന്ധി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, സോണിയാഗാന്ധി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ കൂടെയാണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അംഗീകരിച്ച്. ഞാൻ പറഞ്ഞ സന്ദീപ് വാര്യർ അവിടെ പോകുന്നത് കുതിരക്കച്ചവടമാണ് എന്നിവിടെ ആരെങ്കിലും പറയുന്നുണ്ടോ? അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്, ഇപ്പോൾ അൻവർ, VD സതീശൻ 150 കോടി രൂപ അഴിമതിക്കാശ് മേടിച്ച ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടന്നയാളാണ് അൻവർ. ഇപ്പോഴോ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു, പരാജയപ്പെട്ടെങ്കിലും. PK ശശി തീവ്രത ഇളക്കുന്ന യന്ത്രം എന്ത് എന്ന് ചോദിച്ച ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ. ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് അവർ പോസ്റ്റർ ഒട്ടിക്കാനും പ്രചരണത്തിന് വേണ്ടിയിട്ടും വീടാന്തരം കയറി ലഘുലേഖ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ യന്ത്രം എന്ത് ചെയ്യും? ഇവർ മാടുന്നതിനെ കാശ് കൊടുത്തിട്ടാണോ? അതായത് KTDCയുടെ ചെയർമാനോ മറ്റോ ആയിരിക്കുന്ന സമയത്താണ് PK ശശി അത് രാജിവെച്ചിട്ട് UDFനൊപ്പം കൂടുന്നത്. അപ്പോൾ കുതിര കച്ചവടമാണോ? കാശ് കൊടുത്തിട്ടാണോ? അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് എല്ലാവരും ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ഒരു പാർട്ടിയിൽ നിൽക്കുന്ന സമയത്ത് അവരോട് എക്സ്ട്രീംലി ലോയലായിരിക്കുക, മറ്റവരെ മൊത്തം പള്ളി വിളിക്കുക. എന്നിട്ട് നമ്മൾ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ അതൊന്നും പറഞ്ഞിട്ടേ ഇല്ല എന്ന രീതിയിൽ അവരെ എംബ്രേസ് ചെയ്യുക, മറ്റേതിനെ തകർക്കുക. സുവേന്ദു അധികാരി ഇപ്പോൾ അവിടെ ബംഗാളിൽ മുഖ്യമന്ത്രിയാകുന്നു. അമിത് ഷായും സുവേന്ദു അധികാരിയും അല്ലെങ്കിൽ മോദിയും സുവേന്ദു അധികാരിയും തമ്മിലുള്ള റിലേഷൻ എങ്ങനെയായിരുന്നു? എന്തായിരുന്നു ബന്ധം? അല്ലേ? ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവരാരും ഈ പൊളിറ്റിക്സ് പറയുന്ന സമയത്ത് ഇതിൽ സീരിയസ് ഒന്നും അല്ല. അതായത് എപ്പോഴും നമ്മളാണ്. അപ്പോൾ ഇവർക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം, പോകാം. ഇവിടുന്ന് പോകുമ്പോൾ കുറ്റം പറയും, തിരിച്ചു വരുന്നുണ്ടെങ്കിൽ സ്വീകരിക്കും. അജിത് പവാറിനെ പറ്റി, BJPയും അജിത് പവാറും തമ്മിലുള്ള ബന്ധത്തിനെ പറ്റി ഇങ്ങനെയാണ്, ഇതുപോലൊരു അഴിമതിക്കാരൻ വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് മോനെ വാ ഇരിക്കുക ചായ കുടിക്കുക എന്ന് പറയുന്ന രീതിയായി. ഇത് BJP കാണിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ പറയും അയ്യോ കുതിര കച്ചവടം നടക്കുന്നു, BJP കാശ് കൊടുത്ത് ആളെ മേടിക്കുന്നു. മറ്റുള്ളിടത്തേക്ക് ആൾക്കാർ പോകുന്ന സമയത്തോ മിണ്ടില്ല. ഇപ്പോൾ AIADMK എന്ന് ഒരു ഗ്രൂപ്പ് വന്നിട്ട് TVKക്ക് പിന്തുണ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിജയെ പിന്തുണയ്ക്കുന്ന ആൾക്കാർ എന്താ പറയണ്ടേ? എന്തിനാണ് ഇയാൾ ഈ കുതിര കച്ചവടത്തിന് പോകുന്നത്? ഇയാൾ എന്തിനാണ് AIADMK സ്പ്ലിറ്റ് ചെയ്യുന്നത്? ഇപ്പം നമ്മൾ ചോദിച്ചില്ലേ, 10 രാജ്യസഭാ MP-മാരുള്ള ആം ആദ്മി പാർട്ടിയിൽ നിന്ന് രാഘവ് ചഡ്ഡ ഉൾപ്പെടെയുള്ള 6-7 പേര് ഇപ്പുറത്തേക്ക് ചാടും. അത് കുതിര കച്ചവടമാണെങ്കിൽ AIADMKയിൽ നിന്ന് കുറേ ആൾക്കാർ പോകുന്നതും കുതിര കച്ചവടമാണെന്ന് നമ്മൾ പറയണം. നമ്മൾ പറയുന്നില്ല, അതാ പ്രശ്നം. അപ്പം സംഭവം എല്ലായിടത്തും നടക്കുന്നുണ്ട്. നമ്മൾ ഒരാളിനെ മാത്രം നിർത്തി അവരെ ചുമരിൽ ചാരി ഇടിക്കാൻ നോക്കുന്നു. മറ്റേ ആൾക്കാർ വരുന്ന സമയത്ത് ഇത് മതേതര ജനാധിപത്യ സൗഹൃദ സഖ്യമാണ് നമ്മൾ തന്നെ പറഞ്ഞ് സമാധാനിക്കുക. അത് നമ്മുടെ പൊളിറ്റിക്സ് അതായതുകൊണ്ടാണ്. നമ്മുടെ നാട്ടിലെ മീഡിയ പ്രവർത്തകരൊക്കെ ഇത് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ചിരി വരും. കാരണം അവർ ഇത് തന്നെ പറഞ്ഞത് BJP കുതിര കച്ചവടം നടത്തുന്നു, MP-മാരെ അവിടെയൊക്കെ മാറ്റുന്നു, MLA-മാരെ ഇവിടുന്ന് റാഞ്ചുന്നു എന്നൊക്കെ പറയും. മറ്റേ ആൾക്കാർ ചെയ്യുന്ന സമയത്ത് ഇതിനെപ്പറ്റി മിണ്ടില്ല. ഇരട്ടത്താപ്പാണ്. നമ്മുടെ ഇരട്ടത്താപ്പ് പാർട്ടിയുടെ ഇരട്ടത്താപ്പല്ല, നമ്മുടേതാ വലുത്. നമ്മുടെ കാരണം നമ്മളിതിനെ ഒരേപോലെ കാണാൻ നമ്മൾ തയ്യാറാകുന്നില്ല. ഓക്കെ, ശരി. അപ്പോൾ BJP എന്ന് പറയുമ്പോൾ സാർ ഇപ്പോൾ നമ്മൾ ചൈന ജപ്പാനൊക്കെ നോക്കുമ്പോൾ അത്രയും ടെക്നോളജിക്കലി മൂവ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കുറേ പൂജയും കുറേ സ്വാമിമാരും എന്തെങ്കിലും പ്രശ്നം വന്നു. ഇപ്പം ഞാൻ അടുത്ത് കണ്ടിരുന്നു, ഗ്ലോബിനെ വെച്ചിട്ട് പാലഭിഷേകം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ അതും പിന്നെ കുറേ വർഗീയതയും കൂടി വരുന്നതായിട്ട് സാറിന് തോന്നിയിട്ടില്ലേ? അങ്ങനത്തെ രീതിയിലുള്ള പൂജകളെ കുറിച്ചിട്ടൊക്കെ എന്താണ് അഭിപ്രായം? വർഗീയത എല്ലാ കാലത്തും ഉണ്ട്. വർഗീയത ഇന്ന് 2014 തുടങ്ങിയൊന്നുമല്ല ഇന്ത്യയിലെ വർഗീയത. അതിന് പക്ഷെ ഇപ്പം നമ്മുടെ നാട്ടിലത് കൂടി വരുന്നതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ട്? അല്ല, എന്നാ കുറഞ്ഞിട്ടുള്ളത്? എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു കാലത്ത് കുറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മളിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന 2026 105 വർഷം മുമ്പാണ് മലബാർ കലാപം ഉണ്ടായത്. എത്ര വലിയ വർഗീയ കലാപമായിരുന്നു. അതിനുശേഷം ആ സ്കെയിലിൽ ഒരു വർഗീയ കലാപം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പം അന്ന് ഭയങ്കര കൂടുതലായിട്ട് വന്നു. ഇന്നാണോ കൂടിയെന്ന് ചോദിച്ചാൽ അന്നാണ് കൂടിയത്, അല്ലേ? അന്ന് ഇന്ത്യയുടെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ പൊളിറ്റീഷ്യൻസ്, വൈഡ്ലി റെസ്പെക്റ്റഡ് ആയിട്ടുള്ള അക്രോസ് പാർട്ടീസ് റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അംബേദ്കർ, C ശങ്കരൻ നായർ, ആനി ബെസൻറ്റ്, ഈ ആൾക്കാർ ഉൾപ്പെടെ പറഞ്ഞിരുന്നത്, KP കേശവമേനോൻ അടക്കം പറഞ്ഞിരുന്നത് അത് ഒരു ഹിന്ദു മുസ്ലിം ലഹളയൊന്നും ആയിരുന്നില്ല. മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് റിട്ടൺ ആണ്, ഹിസ്റ്ററിയുടെ പാർട്ടാണ്, കോൺഗ്രസിൻ്റെ ഒഫീഷ്യൽ ഹിസ്റ്ററിയുടെ പാർട്ടാണ്. ഞാൻ പറഞ്ഞത് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയണം, അല്ലേ? അപ്പോൾ ഇത് നമ്മുടെ പെർസ്പെക്റ്റീവ്. നമ്മൾ എവിടെ നിന്നാണ് ഈ വര വരയ്ക്കുന്നത്? അതായത് ഇത്ര കാലയളവിൽ കുറഞ്ഞു, കഴിഞ്ഞ 5 വർഷത്തിൽ കുറഞ്ഞു, കഴിഞ്ഞ 10 കൊല്ലത്തിൽ കുറഞ്ഞു. പക്ഷെ നമ്മൾ ഈ എൻറ്റയർ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, അത് പണ്ട് വളരെ മോശമൊന്നും ആയിരുന്നില്ല, നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊരു ഒരു ഒരു റൂട്ട് കോസാണ്. അപ്പം ഖിലാഫത്ത് വരുന്ന സമയത്ത് ഖിലാഫത്തിനെ എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഇതിൻ്റെ കൂടെ ചേർക്കാൻ വന്നത്? അതർവൈസ് ഈ വിഭാഗത്തിൽ നിന്നുള്ള അധികം ആൾക്കാർ ഈ മൂവ്മെൻറ്റിലേക്ക്, ഫ്രീഡം മൂവ്മെൻറ്റിലേക്ക് വരുന്നില്ല. അപ്പോൾ നമുക്ക് ഖിലാഫത്തിനെ കൂടെ നിർത്താം എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. അപ്പം അവിടെ ഒരു പ്രോബ്ലം തന്നെ അഡ്രസ്സ് ചെയ്യുകയല്ല ചെയ്തത്, മറിച്ച് അതിനെ നമുക്ക് അനുകൂലമാക്കിയിട്ട് എങ്ങനെ മാറ്റാം എന്നാണ് ചിന്തിച്ചത്. പാർട്ടീഷൻ ഉണ്ടാകുന്ന സമയത്ത്
എത്ര വലിയ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഹ്യൂമൻ ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ ഉണ്ടായി. എത്രത്തോളം കലാപങ്ങളുണ്ടായി, എത്രത്തോളം ആൾക്കാരുടെ ജീവൻ പോയി. ആ സമയത്തോ ഇത് തന്നെയാണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് വരയ്ക്കുന്നു, നമ്മൾ പലരും ചില ചെയ്യുന്നത് സമയത്ത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ കേരളത്തിനെ നോക്കുമ്പോൾ ചില കേസുകൾ നമ്മുടെ നാട്ടിലല്ലല്ലോ, പുറത്തല്ലേ എന്നുള്ളൊരു സ്ഥിരമായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ അത് പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ നാട്ടിലും കുറച്ച് ഇത് കൂടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം പൊതുവേ. നമ്മൾ ഈ സോഷ്യൽ മീഡിയ കാണുന്നില്ല എങ്കിൽ പ്രശ്നമൊന്നുമില്ല, വലിയ പ്രശ്നമില്ല. ഓക്കെ. നമ്മൾ ഈ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഈ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ വൻ അടിയാണ്. പിന്നെ കുറേ ക്രിസംഗികൾ, ഇതൊക്കെയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ കാണുന്നത്. നീ ക്രിസംഗി അല്ലേടാ, നീ സുഡാപ്പി, ഇതാണ് സംഭവം. എല്ലാത്തിനും പേരുണ്ട്. നമ്മൾ സത്യത്തിൽ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം സമാധാനപരമാണ്. ആൾക്കാർക്ക് അവിടെ ഹിന്ദു മുസ്ലിമും തമ്മിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. മുസ്ലിമിൻ്റെ കടയിൽ കയറി ഭക്ഷണം കഴിക്കുന്നതിന് ഹിന്ദുവിന് പ്രശ്നമൊന്നുമില്ല. അവിടെ ഒരു ക്രിസ്ത്യാനിയെ കാണുന്ന സമയത്ത് അവൻ ക്രിസംഖിയുമല്ല. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഈ സോഷ്യൽ മീഡിയയുടെ ഒരു അനിയന്ത്രിതമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. നമുക്ക് ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യേണ്ടാത്ത, നമുക്കിരുന്നിട്ട് ആരെയും എന്ത് ചീത്തയും വിളിക്കാവുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെയാണ് ഈ വിഷം മുഴുവൻ വമിപ്പിക്കുന്നത്. നമ്മൾ അത് വിട്ടിട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു മാസം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നില്ല എന്ന് കരുതിയിട്ട് നമ്മൾ ജീവിച്ചു നോക്കും, ഒരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ല. നമ്മൾ ഇതിനെയെല്ലാം ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ തലയിൽ കയറ്റിക്കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. പിന്നെ ഈ റീസെൻ്റ്ലി വരുന്ന സമയത്ത് ഏറ്റവും മൈനർ ഇൻസിഡൻറ്റിനെ പോലും നമ്മൾ വലുതാക്കും. പണ്ട് കാലത്തുണ്ടായിരുന്ന നേതാക്കന്മാരുടെ ആണെങ്കിലും പണ്ട് കാലത്തുണ്ടായിരുന്ന ഇൻസിഡൻസിൻ്റെ ആണെങ്കിലും ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അന്ന് ഇന്നത്തെ പോലത്തെ സോഷ്യൽ മീഡിയയോ മെയിൻ സ്ട്രീം മീഡിയയോ ഇല്ല. ഇന്ന് വാർത്ത ഉണ്ടാക്കുക ചെയ്യും. അപ്പം നമ്മൾ നറേറ്റീവ്സ് ബിൽഡ് ചെയ്യുന്നു. പല കാര്യങ്ങളിലും ഇപ്പം TCS ബന്ധപ്പെട്ടിട്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ആൾക്കാർ ഡിവൈഡഡ് ആണ് ഓൾറെഡി. നമ്മുടെ മുന്നിൽ FIR പറഞ്ഞിരിക്കുന്നത് എന്താണെന്നോ പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നോ ഒന്നുമല്ല. നമ്മളങ്ങ് ഒപ്പീനിയൻ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് നമ്മൾ അതിനെപ്പറ്റി ഇരുന്ന് പറയുന്നു. ഇവിടെ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടന്നു, അത് മൈനറാണ് ആ കുട്ടി എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോഴത്തേക്ക് ആൾക്കാർ പൊളിറ്റിക്കലി ഡിവൈഡഡ് ആയിട്ട് ഒരു പക്ഷം മുസ്ലിങ്ങൾ, ഒരു പക്ഷം ഹിന്ദുക്കൾ, അടി ബഹളം. ഇതിൻ്റെ ട്രൂത്ത് സീക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമില്ല. എനിക്കിഷ്ടമുള്ള ഒരു സാധനം അങ്ങ് അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുക എന്നുള്ളതാണ്. ഈ പരിപാടി മാത്രമാണ് ഇവിടെ ഒരു നാരറ്റീവായിട്ട് നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു വൈറൽ വീഡിയോ സോഷ്യൽ മീഡിയയിൽ കാണുകയാണ്. ഇതിൻ്റെ സത്യം എന്താണെന്ന് അന്വേഷിക്കാൻ പോകുന്ന ആൾക്കാരില്ല. പകരം എന്താ ചെയ്യുക? അതിനകത്ത് ഇതാ ജയ് ശ്രീറാം വിളിക്കാൻ പറയുന്നു, അതിനകത്ത് മറ്റേത് തല്ലുന്നു. കമന്റ് സെക്ഷനിൽ പോകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇത് എന്തായി നടക്കുന്നത്. കമന്റ് സെക്ഷനിൽ ഇതിനു വേണ്ടി ഇരിക്കുന്ന ആൾക്കാരാണ്. ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ. അതർവൈസ് നമ്മൾ പുറത്തിറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ വളരെ സൗഹാർദ്ദപരമായി നമ്മളോട് പെരുമാറുന്ന ആൾക്കാരായിരിക്കും. ഏതെങ്കിലും ഒരു ഫേക്ക് നെയിമോ ഇട്ടിട്ട് വന്നിരുന്നിട്ട് ഇതിനകത്ത് ഇരുന്ന് പറയുന്ന അങ്ങനെ ചെയ്യണം. അപ്പോൾ സോഷ്യൽ മീഡിയ ആണ് ഇതിൻ്റെ ഒരു മെയിൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ യുവതലമുറയിലെ രാഷ്ട്രീയ താല്പര്യങ്ങളും സോഷ്യൽ മീഡിയ ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സോഷ്യൽ മീഡിയ ഇൻവോൾവ്മെന്റ് ഉണ്ട്, പക്ഷേ അവർക്ക് രാഷ്ട്രീയ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയ സംശയമുണ്ട്. അത്ര പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള ഒരു തലമുറയല്ല ഇപ്പോഴത്തെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ക്യാമ്പസുകളിൽ പരിപാടികൾക്ക് പോകുന്ന സമയത്ത് നമുക്ക് വളരെ കൃത്യമായിട്ട് അതറിയാം. ഞാൻ ഏത് കോളേജാണെന്ന് പറയുന്നില്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കോളേജിൽ ഞാൻ പോകുമ്പോൾ അവിടെ വെച്ചിട്ട് എന്നോടൊരു പൊളിറ്റിക്കൽ ചോദ്യം ചോദിച്ച ഒരു കുട്ടി, ആ കുട്ടിയോട് ഞാൻ ആ കുട്ടി ഏത് പൊളിറ്റിക്കൽ പാർട്ടിയിൽ അംഗമാണ് എന്ന് ചോദിച്ചപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, അതായത് ഈ ക്യാമ്പസ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഗ്രൂപ്പിൽ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് കൂടിയാണ്. അപ്പം ഞാൻ ഈ ആളിനോട് ചോദിച്ചു, നിങ്ങൾക്ക് പൊളിറ്റിക്കൽ സ്പെക്ട്രം അറിയാമോ, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് യെസ് അറിയാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചില നിലപാടുകൾ ചോദിച്ചു. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് ആരോഗ്യ മേഖല സർക്കാരിൻ്റെ കയ്യിലാവണമെന്നാണോ നിങ്ങളുടെ താല്പര്യം, അതോ സ്വകാര്യ മേഖലയ്ക്ക് ഇൻവോൾവ്മെൻറ്റ് ഉണ്ടാകണമെന്നാണോ താല്പര്യം, അതോ രണ്ടുപേരും വേണമെന്നാണോ, എന്താണ് താല്പര്യം? അപ്പോൾ ഇതൊക്കെ വരുന്നത് ഓരോ പൊളിറ്റിക്കൽ ഐഡിയോളജിയുടെ ഭാഗമായിട്ടാണ്. ആരോഗ്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് പൂർണ്ണമായും സർക്കാർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയിലെ ഒരു ഭാഗമാണ്. അതിപ്പോൾ ലെഫ്റ്റ് ആയിരിക്കാം. അതേപോലെ നമ്മുടെ നാട്ടിലെ ഉണ്ടല്ലോ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കുന്നു, അപ്പോൾ കേന്ദ്രം എല്ലാം കൂടെ തൂക്കി വയ്ക്കുന്നു എന്ന് പറയുന്നത്. ആ സാധനം എന്ന് പറയുന്നത് ഒരു റൈറ്റ് വിങ് ഐഡിയോളജിയുടെ ഭാഗമാണ് ലോകത്തെവിടെയും. ഈ പുള്ളി ഇത് പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ലെഫ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളാണ്, പക്ഷെ പുള്ളിയുടെ ഐഡിയോളജി മുഴുവൻ റൈറ്റാണ്. ഞാൻ പറഞ്ഞത് ഈ ഒരു ഗ്യാപ്പുണ്ട്. ഈ സാധനം മനസ്സിലാക്കാൻ കൂടി അവർക്ക് കഴിയുന്നില്ല എന്ന് പറയുന്ന ഒരു വലിയ ഡ്രോബാക്കാണ്, മേജർ ഡ്രോബാക്കാണ്. പിന്നെ രസകരമായിട്ടുള്ള കാര്യം, ഞാൻ മുമ്പും ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഈ പുറത്ത് പോകുന്ന സമയത്തെ പല ആൾക്കാരും നമ്മുടെ ചർച്ചകൾ കാണുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് നമ്മളെ പരിചയപ്പെടും, ഫോട്ടോ എടുക്കാനൊക്കെ വരും. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരു 25 അല്ലെങ്കിൽ 30 താഴെയുള്ള കൂടുതലും പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിങ്ങിന് പഠിക്കുകയായിരിക്കും, അങ്ങനെയൊക്കെ ഏതെങ്കിലുമുള്ള കുട്ടികളുണ്ടാവും, ഒരു 20s ഉള്ള. അപ്പോൾ ഇവരും ഉണ്ടാവും. അപ്പോൾ ഇവർ നമ്മുടെ അടുത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഈ പേരൻസ് ഇങ്ങനെ സംസാരിക്കും, സാറേ മറ്റേ വീഡിയോ നല്ലതായിരുന്നു, ഇത് നല്ലതായിരുന്നു എന്നൊക്കെ പറയും. എന്നിട്ട് ഈ പിള്ളേരിങ്ങനെ ബ്ലിങ്കസ് ചെയ്യാൻ നിൽക്കുകയായിരിക്കും. അപ്പോൾ ഈ പിള്ളേർ പറയും,
നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറയും. അപ്പോൾ ഈ പയ്യന്മാരിങ്ങനെ ഞെരിപിരിയുള്ള എന്ത് പറയും, മനസ്സിലായെന്ന് പറഞ്ഞാൽ ഇത് ആരാ ഈ സംഭവം ഉണ്ട്. പറയണ. ഇവർക്ക് അറിയില്ല, ഇവർക്ക് അത് അറിയാത്തതിന്റെ കാരണം ഫാമിലി ഫംഗ്ഷൻ പോകുമ്പോൾ നമുക്ക് അച്ഛനമ്മയ്ക്ക് ചെയ്യണം, അതൊന്നും നിനക്കറിയില്ലേ? അതെ, കല്യാണത്തിനൊക്കെ ഇല്ലേ, കല്യാണത്തിന് മറ്റേ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ട് ബന്ധുക്കൾ വരുന്ന, എന്നെ മനസ്സിലായോ എന്ന് ചോദിക്കും. ആരാ ഏതാ ഒന്നും പറയും, നമ്മൾ ആ മനസ്സിലായി എന്ന് പറയും. എന്നാ ആരാ പറ എന്ന് പറയുന്ന പോലെ ഇതേ പ്രശ്നമാണ്. അപ്പൊ ഇവർക്ക് അറിയാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്സ് ഒന്നും അവരുടെ ചിന്തയിലില്ല. പക്ഷെ മറ്റു പല മേഖലകളിൽ അവർക്ക് കൃത്യമായിട്ട് അറിവുണ്ട്. അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സിൻ്റെ സാധ്യതകളെപ്പറ്റി പേരൻസിനേക്കാളും നമ്മളെക്കാളും നന്നായിട്ട് അവർക്കറിയാം. അതിൻ്റെ ജോലി സാധ്യതകൾ എന്താണെന്ന് അവർക്കറിയാം. ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് എവിടെ പോകണം എന്നുള്ളതിനെ പറ്റി അവർക്കറിയാം. പുറത്ത് പോയി കഴിഞ്ഞാൽ എന്ത് ജോലിയാണെന്നുള്ളതിനെ പറ്റി അവർക്കറിയാം. ഇവിടെ താമസിക്കണോ വെളിയിൽ സെറ്റിൽ ചെയ്യണോ എന്നുള്ളതിനെ പറ്റി അവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. പിന്നെ മറ്റ് മേഖലകളുണ്ട്. ഇപ്പോൾ മ്യൂസിക്, ഗാഡ്ജറ്റ്സ്, ടെക്, ഫിലിംസ്, ഇങ്ങനെയുള്ള സാധനങ്ങളിലേക്കുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. എന്തുകൊണ്ടോ കേരള പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അവരെ എക്സൈറ്റ് ചെയ്യുന്നില്ല. അതൊന്നുകിൽ അവർക്ക് ഇവിടെ താല്പര്യമില്ലാത്തതുകൊണ്ടാവും, അവർ പുറത്ത് സെറ്റിൽ ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നുണ്ടാവും, അല്ലെങ്കിൽ ഈ മെത്തേഡിനോട് അവർക്കൊരു വിരക്തി ഉണ്ടായിട്ടുണ്ടാവും. ഇതെന്തോന്ന് എന്നുള്ളൊരു ചിന്ത അവർക്കുണ്ടായിരിക്കും. ഇവർക്ക് പിന്നെ ഈ ഇൻ്റർനാഷണൽ കാര്യങ്ങളെപ്പറ്റി അറിയാം. അവർക്കിപ്പം ട്രംപിൻ്റെ പോളിസീസിനെ പറ്റി അവർക്കറിയാം. H-1B വിസയുടെ കാര്യത്തിൽ എന്താണ് US തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി അറിയാം. ഡീപ്പോർട്ടേഷൻ അവരെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതിനെ പറ്റി അറിയാം. കാരണം ഇവരുടെ ഏതോ ഒരു ഇൻട്രസ്റ്റ് ഹുക്ക് ചെയ്തിരിക്കുന്നത് അവിടേക്കാണ്. അവർക്ക് അവിടെ പോകാനുള്ള താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ പൊളിറ്റിക്സിനെ പറ്റി അവർക്ക് ഇവിടെ ഉള്ളതിനേക്കാളും നന്നായിട്ട് അറിയാം. എന്ന് വെച്ചാൽ ഇത് ഇവരുടെ റഡാറിലില്ല. അതിൻ്റെ കാരണം നമ്മുടെ നാട്ടിലെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം മോശമാണ്. അത് നമ്മൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആൾക്കാരെ എക്സൈറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ടി വിയിൽ ഒരാൾ വന്നിരുന്നിട്ട് ഇവിടെ ഈ മുഖ്യമന്ത്രിമാരിൽ ആര് മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞാൽ അവൻ മാറ്റും, ചാനൽ മാറ്റും, അവനത് കാരണം. അപ്പോൾ അവൻ നമ്മളെ അറിയത്തില്ല. അതിൽ ഒരു അതിശയവുമില്ല. അത് അവർക്ക് അത്തരം പൊളിറ്റിക്കലി അവർ അവെയർ ആണോ എന്ന് ചോദിച്ചാലല്ല. പക്ഷേ ഞാൻ കരുതുന്നത് നമ്മളിതിനെ ഓമനപ്പേരൊക്കെ വിളിക്കും, ബ്രെയിൻ ഡ്രെയിൻ, ആൾക്കാർ അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് എന്നൊക്കെ പറയും. പക്ഷേ സ്റ്റിൽ നമ്മുടെ നാട്ടിലുള്ള പൊളിറ്റിക്സിൽ അവർ ഇൻവോൾവ് ആവാത്തതിൻ്റെ കാരണം ഇത് അവരെ എക്സൈറ്റ് ചെയ്യുന്നില്ല. അവരുടെ ആസ്പിറേഷൻ അനുസരിച്ചിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എന്ത് നടന്നാലും ഇവിടുത്തെ പോളിസി എങ്ങനെ ആയിക്കഴിഞ്ഞാലും എനിക്കത് പ്രശ്നമല്ല എന്നവർ ചിന്തിക്കുന്നുണ്ട്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ ക്യാമ്പസുകൾ എങ്ങനെയായിരുന്നു ഇവിടുത്തെ പൊളിറ്റിക്കൽ ഒപ്പീനിയനെ ഫോം ചെയ്യുന്നത് എന്നുള്ളത് ആലോചിച്ച് നോക്കിയാൽ മതി. ആ കാലത്ത് നിന്നാണ് ഈ രീതിയിലത്തേക്കുള്ള അരാഷ്ട്രീയം എന്നൊക്കെ പറയാവുന്ന തലത്തിലുള്ള ചിന്ത ആൾക്കാർക്ക് വന്നിരിക്കുന്നത്. അത് മനസ്സിലാക്കേണ്ടത് അവരുടെ പേരൻസ് എന്നല്ല, ആ കുട്ടികൾ തന്നെ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഈ സിസ്റ്റം തന്നെ മാറണം. നല്ല കാര്യമാണ്. ഓക്കെ സാർ, ഇപ്പോൾ അടുത്ത് നമുക്ക് നരേന്ദ്രമോദിൻ്റെ കുറച്ച് പ്രസ്താവനകൾ വന്നിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾ കുക്കിംഗ് ഓയിൽ അധികം യൂസ് ചെയ്യരുത്, അതേപോലെ തന്നെ വിദേശ യാത്രകൾ ചെയ്യരുത്, ഗോൾഡ് മേടിക്കരുത്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഉള്ളൊരു സംഭവം വരുമ്പോൾ നമ്മളെല്ലാവരും എന്താണ് ഇനി വരാൻ പോകുന്നത് ഒരു പേടിയിലാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ അധികം അങ്ങനെ വന്നിട്ടില്ല. എന്തെങ്കിലും വന്നാൽ തന്നെ ഇപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ ആ ഒരു സമയത്തൊക്കെ ആണെങ്കിൽ വരെ അതിനുള്ള ഒരു ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എന്തോ വലുത് വരാൻ പോകുന്നുണ്ടോ? അങ്ങനെ എന്താണ് സാറിന്? അതൊരു പ്രിക്കോഷണറി പ്രിപ്പറേറ്ററി സ്റ്റെപ്പ് എന്ന രീതിയിലാണ് ഞാനതിനെ കാണുന്നത്. കാരണം അതൊരു ഡിസ്കറേജ് ചെയ്യുക എന്ന രീതിയിലത്തേക്കല്ല, മറിച്ച് റിയാലിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കി, അതായത് ഒരു വലിയ വാർ ലൈക്ക് സിറ്റുവേഷൻ അവിടെ ഉണ്ട്, അതിൻ്റെ ഒരു ഹിറ്റ് നമുക്ക് കിട്ടാനുള്ള വലിയ പോസിബിലിറ്റി ഉണ്ട്, വലിയൊരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അപ്പം നമ്മൾ കുറേ കാര്യങ്ങളിൽ നമ്മൾ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആഹ്വാനമാണത് ബേസിക്കലി. അതായത് നമ്മളിതിൻ്റെ ഓരോന്നിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ, ലൈക്ക് ഗോൾഡിൻ്റെ കാര്യത്തിലാണെങ്കിലും എക്സസ് ഗോൾഡ് വാങ്ങരുതെന്നാണ് പറയുന്നത്. അത് നിങ്ങൾ ഗോൾഡേ വാങ്ങരുത് എന്നല്ല, അപ്പോൾ ആ ഒരു ഇൻഡസ്ട്രി നിലനിന്ന് പോകരുത് എന്നല്ല, അത് നശിക്കണം എന്നല്ല, മറിച്ച് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൂടുതലും ഇവിടേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയും നമ്മൾ അതിലൊരു ചുരുക്കം ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സസ്റ്റൈനൻസ് എന്ന് പറയുന്ന കാര്യം കുറച്ചുകൂടെ സ്മൂത്തർ ആകാനുള്ള ഒരു പോസിബിലിറ്റി. അപ്പോൾ അതൊരു പ്രിക്കോഷണറി സ്റ്റെപ്പ് എന്ന രീതിയിലത്തേക്ക് പറയുന്നു എന്നതിനപ്പുറത്തേക്ക് അതിന് ഒരു ഓവർ തിങ്കിങ് കൊടുക്കേണ്ടുന്ന അല്ല, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഫൈനാൻഷ്യലി നമ്മുടെ രാജ്യം വളരെ സ്ട്രോങ് ആണെന്നുള്ളത് കണക്കുകൾ തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്തിലൊന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ എവിടെയെങ്കിലും ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് നമുക്ക് നന്നായിരിക്കും സസ്റ്റെയിൻ ചെയ്യാൻ എന്നുള്ളൊരു സംഭവം മാത്രമാണ്. അതല്ലാതെ അതൊരു സ്ട്രോങ് ആയിട്ട് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ഒരു ഡയറക്ഷൻ എന്ന രീതിയിലത്തേക്ക് അതിനെ കാണേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ നരേന്ദ്രമോദിയുടെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഇപ്പോൾ ഇന്ത്യ മദർലാൻഡ്, ഇസ്രയേൽ ഫാദർലാൻഡ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിന് സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അതൊരു ആ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളമാണ്, അത് അവിടുത്തെ ഉള്ള ഒരു ഡയസ്പൊറയുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ്. അവർക്ക് റൂട്ട്സ് ഇവിടെ ആയിരിക്കാം, പക്ഷേ അവർക്ക് സസ്റ്റൈനൻസിനുള്ള മാർഗ്ഗങ്ങൾ കൊടുക്കുന്നത് അവിടെയാണ്. അതല്ലാതെ ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല.
നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അങ്ങനെ ഇസ്രായേൽ നമ്മുടെ ഫാദർലാൻഡ് അല്ല. ഒരിക്കലും പക്ഷെ ഞാൻ പറഞ്ഞത് അവിടെ പോയി ട്രോൾസും നിൽക്കുന്ന കാര്യങ്ങളെല്ലാം സാറ് അല്ലല്ല, അത് അവിടെ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ നമ്മളൊരു US-ൽ പോയി സെറ്റിൽഡ് ആയിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇന്ത്യൻ എന്നുള്ള ഒരു ഫീൽ ഒരു കാലത്ത് മാറുന്നില്ല. പക്ഷേ അയാൾക്ക് ഗ്രാജുവലി അവിടെ വന്നിരിക്കുന്ന US-നോടുള്ള ഒരു അഫിനിറ്റി ഉണ്ട്, അവരോടുള്ള ഒരു താല്പര്യമുണ്ട്. അതേപോലെ വന്നിരിക്കുന്ന ഒരു ഡയസ്പോറയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടാകുന്ന കാര്യമാണ്. അതല്ലാതെ അതിനെ ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഇവിടെയുള്ള ആൾക്കാരുടെ എല്ലാം ഫാദർലാൻഡാണെന്നുള്ള രീതിയിലത്തേക്ക് ആൾക്കാർ പറയുന്നത് പഴയ 15 ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ അക്കൗണ്ടിൽ ഇട്ട് തരാമെന്ന് പറയുന്ന പോലത്തെ പ്രസ്താവനയാണ്. അല്ല, ഇപ്പോഴത്തെ ട്രോൾസ് കാണാൻ നല്ല രസമാണ് ആക്ച്വലി. സാറിന് അഗെയിൻസ്റ്റ് വരുന്ന ട്രോൾസ് കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ കുറച്ച് റാപ്പിഡ് ഫയറിലേക്ക് പോകാം. ചാനൽ ചർച്ചയിൽ മൈക്ക് മ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ ആദ്യം തോന്നുന്ന വികാരം? നമ്മൾ ജയിച്ചു. ഓക്കെ. ഒരു ചർച്ചയിൽ ലോജിക്ക് ഇല്ലാത്ത മറുപടി കേൾക്കുമ്പോഴുള്ള അവസ്ഥ? ചിരിക്കണമെന്നുണ്ട്, പക്ഷേ ചിരിച്ചാൽ നമ്മുടെ സമയം നഷ്ടപ്പെടും. അപ്പോൾ അതിനെ കൗണ്ടർ ചെയ്യുക, ആ പറഞ്ഞത് പൊട്ടത്തരമാണെന്ന് ആൾക്കാർക്ക് മനസ്സിലാകാവുന്ന രീതിയിലത്തേക്കുള്ള ഒരു ക്വിപ്പ് പറയാനായിട്ട് നോക്കുക. ഓക്കെ. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ട്രോൾ നൽകുന്ന ചാനൽ ചർച്ച അവതാരകൻ ആരാണ്? അങ്ങനെ ഒരു അവതാരകൻ എനിക്ക് തരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഈ നിരീക്ഷകൻ എന്ന് പറയുന്ന സമയത്ത് പലതരത്തിലുള്ള നിരീക്ഷകൻ എന്ന് പറഞ്ഞിട്ട് പ്രേക്ഷകർ തന്നെ തരുന്ന സാധനം, ഇയാൾ പക്ഷി നിരീക്ഷകനാണ്, കാലാവസ്ഥാ നിരീക്ഷകനാണ്, വാഹന നിരീക്ഷകനാണ്, പാമ്പ് നിരീക്ഷകനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനം മാറ്റിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി. അല്ല, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ എന്ത് കാര്യത്തിൻ്റെയും കൂടെ നിരീക്ഷകൻ എന്ന് വെച്ചിട്ട് ആൾക്കാരാണ് അത് തരിക, കൂടുതൽ അവതാരകരല്ല. ഓക്കെ. ആളുകൾ സംഘി എന്ന് വിളിക്കുമ്പോൾ ചിരിയാണോ വരാറുള്ളത്, അതോ ദേഷ്യമാണോ? ഇനിഷ്യലി ഞാനത് ഡിഫെൻഡ് ചെയ്യുമായിരുന്നു. അതായത് കാരണം എന്നെ ആൾക്കാർക്ക് അറിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനത് പറയുമായിരുന്നു എനിക്ക് അങ്ങനെയൊന്നുമില്ല. CPM-ന് ഞാൻ കൊടുത്തൊരു ഓഫർ ഇപ്പോഴും സ്റ്റാൻഡിംഗ് ആണ്. എനിക്ക് ഏതെങ്കിലും ഒരു കാലത്ത് എൻ്റെ ജീവിതത്തിൽ RSS അഫിലിയേഷനോ BJP അഫിലിയേഷനോ ഉണ്ടായിരുന്നുവെന്നോ ക്യാമ്പസ് രാഷ്ട്രീയത്തിലോ എവിടെയെങ്കിലും അതുണ്ടായിരുന്നു എന്ന് പ്രൂവ് ചെയ്താൽ ഞാൻ ഈ പണി നിർത്തുമെന്നും പറഞ്ഞിട്ട് ഞാൻ SK സജീഷ് എന്ന് പറഞ്ഞ DYFIയുടെ നേതാവിരുന്ന ചർച്ചയിൽ ഞാനൊരു ഓഫർ കൊടുത്തിട്ടുണ്ട്. ആ ഓഫർ അവരെടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് 5-6 കൊല്ലമായിട്ടുണ്ടാവും, ഇതുവരെ അതെടുത്തിട്ടില്ല. അപ്പോൾ അന്ന് ഞാനത് പറയായിരുന്നു. ഇന്ന് അങ്ങനെ സംഗി മങ്കി ഒക്കെ വിളിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയും ഞാൻ ആരാണെന്നുള്ളത് ആൾക്കാർക്കറിയാം, അപ്പോൾ അതുകൊണ്ട് അതങ്ങ് വിട്ടേക്കൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഡിഫെൻഡ് ചെയ്യാൻ നിൽക്കാറില്ല. ഓക്കെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം നോക്കുന്നത് ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ ആണോ അതോ അന്നത്തെ വാർത്തയാണോ? ഡിപ്പെൻസ് ആണ്. അതിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു രസകരമായ പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ നോക്കുമായിരിക്കും. അതല്ല എങ്കിൽ കൂടുതലും വാർത്തയാണ് നോക്കാം. സാർ ഇപ്പോൾ ഫേസ്ബുക്ക് ബ്ലോഗൊക്കെ ചെയ്യുമ്പോൾ ഡിക്ഷണറി അടുത്ത് വയ്ക്കാറുണ്ടോ? ഇല്ല, ഡിക്ഷണറിയോട് ഭയങ്കര ഒരു താല്പര്യമുണ്ട് എന്നുള്ളത് കേട്ടിട്ടുണ്ട് പണ്ട് മുതൽ സ്ഥിരം ഉണ്ട്. അത് പക്ഷേ കൂടുതൽ നമ്മൾ ആർട്ടിക്കിൾസ് ഒക്കെ എഴുതുന്ന സമയത്തൊക്കെയാണ്. ജസ്റ്റ് ഒരു ഇത് ചോദിച്ചാണ്ട് പണ്ടത്തെ ഒരു ഡിക്ഷണറി പെട്ടെന്ന് ഞാൻ വായിച്ചിരിക്കുന്ന ഏറ്റവും നല്ല പുസ്തകം ഡിക്ഷണറിയാണ്, അത് കേട്ടിരുന്നു. ശ്രീജിത്ത് പണിക്കർക്ക് ഒരു ട്രോൾ ഉണ്ടാക്കാൻ അവസരം കിട്ടിയാൽ അത് ആർക്കെതിരെ ആയിരിക്കും? അത് ഞാൻ ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പുതിയ ആൾ വേണം, കാരണം ഇതുവരെ ഇവിടുത്തെ ഗവൺമെൻറ്റിനെതിരെ ആയിരുന്നു. ഇനിയിപ്പോൾ അവരെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ പുതിയ സർക്കാർ ഭരണത്തിൽ വരുന്ന സമയത്ത് ഞാൻ CPM-നൊപ്പമാണ്. CPM എന്നെ ബഹിഷ്കരിച്ചതാണ്. അപ്പോൾ CPM-ന് വേണമെങ്കിൽ അത് റീകൺസിഡർ ചെയ്യാം. കാരണം ഇപ്പോൾ നമ്മൾ പ്രതിപക്ഷത്തിരിക്കുകയാണ്. നമ്മളിപ്പോഴും കോൺഗ്രസ് ഭരണത്തിൽ വരുന്ന സമയത്ത് പ്രതിപക്ഷത്താണ്. അപ്പോൾ വേണമെങ്കിൽ CPM-ന് അവരുടെ ബഹിഷ്കരണത്തിനെ കുറിച്ച് റീതിങ്ക് ചെയ്യാം. ഓക്കെ. ഫേസ്ബുക്ക് പോസ്റ്റ് ആണോ അതോ TV ഡിബേറ്റ് ആണോ കൂടുതൽ താല്പര്യം? ഡെഫിനറ്റ്ലി TV ഡിബേറ്റ്സ്. ലോജിക് ഇല്ലാത്ത മറുപടിയോ അതോ പാതി വഴിയിൽ മുടങ്ങുന്ന ചർച്ചയോ? രണ്ടും നല്ലതല്ല. ലോജിക് ഇല്ലാത്ത മറുപടി എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. പാതി വഴിയിൽ മുടങ്ങുന്ന ചർച്ച എന്ന് പറയുമ്പോൾ ടൈമിൻ്റെ പ്രശ്നം കൊണ്ടാണെന്നെങ്കിലും പറയാം. മറ്റേത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ശ്രീജിത്ത് പണിക്കരെ പറ്റി വന്നതിൽ വെച്ച് ഏറ്റവും തമാശ തോന്നിയ ഗോസിപ്പ് എന്താണ്? തമാശ തോന്നിയ ഗോസിപ്പ് കോടിയേരി ബാലകൃഷ്ണൻ ശാസ്തമംഗലത്ത് വെച്ച് ശ്രീജിത്ത് പണിക്കർക്ക് പണമടങ്ങിയ പെട്ടി കൈമാറി എന്നും പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഓർക്കും ഈ ആൾക്കാരുടെ ഇമാജിനേഷൻ ഏതൊക്കെ ലെവലിലാണ്. ഞാൻ CPM-ന് അനുകൂലമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ കോടിയേരി ബാലകൃഷ്ണൻ എനിക്ക് പണപ്പെട്ടി തരേണ്ടത്. അങ്ങനെയുള്ള സാധനം വളരെ ഒരാൾ നേരിട്ട് കണ്ടതുപോലെ വളരെ വിവിഡായിട്ട് ഒരിക്കൽ ഒരു കമൻറ്റിനകത്തിൽ എഴുതി വെച്ചിരുന്നു. എനിക്ക് ആരടാ തിരക്കഥ എഴുതണം, സിനിമ തിരക്കഥ എഴുതണമെന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദിവസം രാഷ്ട്രീയമില്ലാതെ ജീവിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? പാട്ട് കേട്ട് എവിടെയെങ്കിലും സമാധാനപരമായിട്ട് കിടന്നുറങ്ങും. ട്രാവലിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലേ? ഡ്രൈവ് ചെയ്ത് പോകുന്നത് ഇഷ്ടമാണ്, അല്ലാത്ത ട്രാവൽ അധികം താല്പര്യമില്ല. ഓക്കെ. അതേപോലെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യപ്പെട്ട ട്രോൾ അങ്ങനെയുണ്ടോ? ഇത് തന്നെയാണോ, ഈ ഒരു ഗോസിപ്പ് തന്നെയാണോ? അല്ല, അതൊരു ഗോസിപ്പ്. ട്രോൾ ഇഷ്ടം പോലെ ഉണ്ട്. ട്രോൾ എന്ന് വെച്ചാൽ എനിക്കിഷ്ടം ഈ നിരീക്ഷകന്റെ കൂടെ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ പാമ്പ് നിരീക്ഷകൻ എന്ന് പറയുമ്പോൾ ഞാൻ ചർച്ചയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പടം എടുത്തിട്ട് ആൾക്കാർ അതിന് എൻ്റെ കഴുത്തിൽ
പാമ്പ്, തലയിൽ പാമ്പ്, അങ്ങനെയൊക്കെ വെച്ചിട്ട് ചെയ്യും. പണ്ട് ഈ സ്വർണ്ണക്കടത്തിൻ്റെ കള്ളക്കടത്ത് നിരീക്ഷകൻ എന്ന് പറഞ്ഞിട്ട് മറ്റേ ഈ ഒരു സൈഡിൽ ബ്ലൈൻഡ് ഫോൾഡ് ഒക്കെ വെച്ചിട്ട് സാധനം ഇട്ടിട്ട് മറ്റേ പക്ക ഗുണ്ട റൗഡി ആ ടൈപ്പ് സാധനം, അങ്ങനത്തെ പല സാധനങ്ങൾ ഇറക്കാറുണ്ട്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ അല്ല, അതിലൊരു ഫേവറേറ്റ് ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനില്ല. അങ്ങനത്തെ സാധനങ്ങളൊക്കെ രസമാണ്. സാർ, ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ സമകാലിക രാഷ്ട്രീയ നിരീക്ഷകർക്കുള്ള പ്രസക്തി എന്താണ്? ഞാൻ കരുതുന്നത് വലിയ പ്രസക്തി ഉണ്ടെന്നാണ്. കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല ചാനലുകളിലും പ്രൈം ടൈം ഡിബേറ്റ് ആണല്ലോ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ അനാലിസിസ്. അതിൽ രാഷ്ട്രീയ നിരീക്ഷകരെ അവർ ഒഴിവാക്കുന്നില്ല. മിക്കപ്പോഴും നിരീക്ഷകർ മാത്രമുള്ള ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള ചാനലുകളിൽ പോലും കാണുന്നത്. അതിൻ്റെ കാരണം പൊളിറ്റിക്കൽ പാർട്ടിയുടെ റെപ്രസെൻറ്റേറ്റീവ് വന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് അയാൾ വാ തുറക്കുന്നതിന് മുമ്പ് തന്നെ ആൾക്കാർക്ക് അറിയാം. അവർ ഡിഫെൻഡ് ചെയ്യുകയുള്ളൂ. പക്ഷേ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൻ്റെ പല ആംഗിൾസ് പറയും, അതിൻ്റെ ഹിസ്റ്ററി പറയും, ഇതിലെവിടെയാണ് ശരി എവിടെയാണ് തെറ്റ് എന്ന് പറയും. അപ്പോൾ ആൾക്കാർക്കൊരു ഇൻഫോംഡ് ഡിസിഷൻ എടുക്കാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന അവരാണ്. അതല്ലാതെ കോൺഗ്രസിൻ്റെ ആൾ വന്നാൽ കോൺഗ്രസിന് വേണ്ടി മാത്രമേ പറയൂ, BJPയുടെ ആൾ BJPക്ക് മാത്രമേ പറയുള്ളൂ. ആ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഞാൻ കരുതുന്നത് രാഷ്ട്രീയ നിരീക്ഷണം എന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ടെന്നാണ്. അത് പ്രത്യേകിച്ച് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ചും അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ ഈ മേഖലയിലുള്ള ആൾക്കാരുടെ വീഡിയോസിനുള്ള വ്യൂവർഷിപ്പ് നോക്കിയാൽ മതി. അപ്പോൾ ആൾക്കാരത് ശ്രദ്ധിക്കുന്നുണ്ട്, അനാലിസിസ് ആൾക്കാർക്ക് താല്പര്യം. സാർ, പലപ്പോഴും വിവാദങ്ങൾ സൃഷ്ടിക്കാറുള്ള താങ്കളുടെ മൂർച്ചയുള്ള പ്രതികരണങ്ങൾ ഒരു സോഷ്യൽ മീഡിയ സ്ട്രാറ്റജി അങ്ങനെ എന്തെങ്കിലാണോ? എങ്ങനെ ഒന്നുകൂടെ ചോദിക്കും? അതായത് വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വമാണോ, അങ്ങനെ മൂർച്ചയേറിയ വാക്കുകൾ മനഃപൂർവ്വം യൂസ് ചെയ്യുന്നതാണോ എന്നുള്ളത്? വേറൊരാളിനെ ആശയത്തിൻ്റെ പേരിൽ ഹേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ഐ ഡോണ്ട് കെയർ. കാരണം നമ്മൾ ചർച്ചയിലിരിക്കുന്ന സമയത്ത് നമ്മളൊരു ഒപ്പീനിയൻ പറയുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ടു ബി ഷാർപ്പ്. അപ്പുറത്തുള്ള ആൾ ചിലപ്പോൾ നമ്മുടെ അടുത്ത സുഹൃത്തായിരിക്കാം, പക്ഷേ ചർച്ചയിൽ എൻ്റെ ഓപ്പോസിറ്റ് വ്യൂമായിട്ടാണ് ആളിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എക്സ്പെക്ട് നോ മെർസി. ഞാൻ തിരിച്ചും പ്രതീക്ഷിക്കുന്നില്ല. എന്നെയും നിങ്ങൾ അടിച്ചോ, ഒരു പ്രശ്നമില്ല, നമ്മുടെ സൗഹൃദത്തിന് അത് തടസ്സമാകുന്നില്ല. പക്ഷേ എനിക്ക് അടിക്കാനുള്ള ഒരു പോയിന്റ് കണ്ടു കഴിഞ്ഞാൽ പാമ്പിനെ കണ്ടാൽ മണ്ടയ്ക്ക് അടിക്കണമെന്നൊക്കെ ആൾക്കാർ പറയുന്നത് പോലെ ഞാൻ ചെയ്യും. ഞാൻ പറയുമ്പോൾ ബ്ലണ്ടർ പറയുവാണെങ്കിൽ നിങ്ങളത് ചെയ്തോ, എനിക്ക് അതിനകത്ത് പ്രശ്നമില്ല. കാരണം ഡിബേറ്റിൽ നമ്മൾ വിട്ടുവീഴ്ച പാടില്ല. വിട്ടുവീഴ്ച ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാനിരിക്കുന്ന ആൾക്കാരുള്ള ചതിയാണ്, അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അത്തരം സ്ട്രാറ്റജി ഒന്നുമില്ല. പക്ഷേ എനിക്ക് അടി തരൂ എന്ന് പറഞ്ഞ് വരുന്ന ആളിനോട് അടി കൊടുക്കാതെ വിടുന്നത് മര്യാദകേടാണ്. അപ്പോൾ കൊടുക്കണം. എന്താണ് ശ്രീജിത്ത് പണിക്കരുടെ ഭാവി പരിപാടി? ഇപ്പോൾ ഇത് മാത്രമാണോ, അതിന് വേറെ ഭാവി പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ലോങ് ടേം സ്ട്രാറ്റജി വെച്ചൊന്നും ജീവിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. ലൈഫ് ആസ് ഇറ്റ് കംസ് എന്ന രീതിയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പഠിച്ചത് ഫിസിക്സാണ്. അപ്പോൾ എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി. അപ്പോൾ ഞാൻ പഠിച്ചതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കാര്യമാണ്. എന്നിട്ട് IT വന്നു. അപ്പോൾ ഇതൊന്നും ഞാൻ ഫിക്സ് ചെയ്ത് പ്ലാൻ ചെയ്ത സംഭവമല്ല. വളരെ ആക്സിഡൻ്റലി ഞാൻ ഈ റിസർച്ചിലേക്ക് വരുന്നു. അതിൽ നിന്ന് എനിക്ക് TV വരാനൊരു ഓപ്പർച്യൂണിറ്റി വരുന്നു, എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി വരുന്നു. അപ്പോൾ ഈ വന്നിരിക്കുന്ന സാധനങ്ങളെല്ലാം സംഭവിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് ബെസ്റ്റെന്ന് നമുക്ക് തോന്നുന്ന സാധനത്തിനെ നമ്മൾ എംബ്രേസ് ചെയ്യുന്നു, നമുക്ക് താല്പര്യമില്ലാത്ത കാര്യത്തിനെ നമ്മൾ വിടുന്നു. അപ്പം വാട്ട് ഈസ് ഇൻ സ്റ്റോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. വരുന്ന സാധനം നല്ലത് എന്ന രീതിയിലത്തേക്ക് പോവുക എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് ഗോൾ അല്ലെങ്കിൽ എയിം ചെയ്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ലൈഫ്, കരിയർ, അങ്ങനത്തെ ഒരു സംഭവമാണ്. അതല്ലാതെ ഇത്തരം കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ വേറൊരു എക്സ്റ്റേണൽ ഇടപെടലോ, മേ ബി പലരും ചോദിക്കും നിങ്ങൾ പൊളിറ്റിക്സിൽ വരുമോ എന്ന് പറഞ്ഞിട്ട്. പൊളിറ്റിക്സിൽ അങ്ങനെ ഇലക്ട്രൽ പൊളിറ്റിക്സിനോട് താല്പര്യമില്ല. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അല്ല, വേറെ ചാൻസസ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്, ഞാൻ വേണ്ടാന്നേ വെച്ചിട്ടുള്ളൂ. പക്ഷേ വേറെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ പൊളിറ്റിക്സിലേക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. കാരണം ഇതുവരെ മുമ്പുള്ള സാധനങ്ങളൊന്നും പ്ലാൻ ചെയ്തിട്ട് ഞാനിങ്ങനെ ചാനൽ ചർച്ച വരുമെന്ന് വിചാരിച്ച് നമുക്ക് വരാൻ പറ്റത്തില്ലല്ലോ. ആൾക്കാർ വിളിച്ചാലല്ലേ പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സ്വന്തം ചാനൽ തുടങ്ങണം. ഇപ്പോൾ പല നാട്ടിൽ പല ആൾക്കാരും ഉണ്ട്, കാശ് കൊടുത്ത് ചാനൽ മേടിച്ചിട്ട് ഞാനാണ് എഡിറ്റർ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് വായി തോന്നുന്നത് പറയുന്ന ആൾക്കാരുണ്ട്. അതിനൊന്നും ഞാനില്ല. അപ്പോൾ ഇത് വരുന്നു, അന്നത്തെ ഒരു സമയത്ത് അതിനൊരു നെസസിറ്റി ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സ് അതിനനുസരിച്ച് മാറുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് അങ്ങനെ പ്ലാൻ ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ രസം അൺഎക്സ്പെക്റ്റഡ് സാധനങ്ങൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയും നേരം സംസാരിച്ചിട്ട് വളരെ എന്താ പറയുക, കുറേയധികം ക്വസ്റ്റ്യൻസ് ഇനിയും മനസ്സിലുണ്ട്. കാരണം താങ്കളായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോയിൽ ഓരോന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു ക്വസ്റ്റ്യൻ, താങ്കൾ നല്ലൊരു ഭക്തനാണോ? കയ്യിൽ കുറേയധികം ചരടും കാര്യങ്ങളെല്ലാം കണ്ടു. ഭക്തനാണ്, ഡെഫിനറ്റ്ലി. അതുകൊണ്ട് തന്നെ ഭക്തി റിലേറ്റഡ് സാധനങ്ങൾ, റിലിജിയൻ, ആചാരം, കൾച്ചർ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാനതിനെ സ്ട്രോങ്ലി ഡിഫെൻഡ് ചെയ്യുന്ന ഒരാളാണ്. കാരണം കൾച്ചർ എന്നൊക്കെ പറയുന്നത് ഏതൊരു രാജ്യത്തും അവരുടെ ആ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് കുറേ തരത്തിലുള്ള ആരാധനകൾ, വിശ്വാസങ്ങൾ, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു പൈതൃകത്തിൻ്റെ, നമ്മുടെ ഒരു നിലനിൽപ്പിൻ്റെ, സംസ്കാരത്തിൻ്റെ ഒക്കെ ഭാഗമാണ്. ഓരോ സിവിലൈസേഷൻ്റെയും ഭാഗമായിട്ട് അതുണ്ട്. ഇപ്പോൾ റോമൻ സിവിലൈസേഷൻ നോക്കൂ, ഗ്രീക്ക് നോക്കൂ, ഇന്ത്യൻ നോക്കൂ, എല്ലാത്തിലും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇതെനിക്ക് വളരെ സ്നേഹമുള്ള എൻ്റെ ഒരു കുടുംബാംഗത്തിനെ പോലെ ഞാൻ കാണുന്ന, എനിക്കിഷ്ടമുള്ള ഒരു വ്യക്തി.
തന്നിരിക്കുന്ന സാധനമാണ്. ഇത് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല സമയങ്ങളിൽ പല കളറുകളുള്ളത് വേറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അത് അദ്ദേഹവുമായിട്ടുള്ള ഒരു താല്പര്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇടുന്ന സാധനമാണ്. പിന്നെ ഇടയ്ക്ക് മാതാ അമൃതാനന്ദമയി തരുന്ന കാര്യങ്ങളുണ്ടാവും. അങ്ങനെ പല സാധനങ്ങളുണ്ടാവും. ഓക്കെ പൂജിച്ചിട്ടിടുന്നൊന്നും അല്ല. ഓക്കെ, എന്തായാലും ഇത്രയും സമയം ചെലവഴിച്ചതിൽ വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും കാണാം. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പോഡ്കാസ്റ്റ് നമ്മുടെ നേതാജി ആ ഒരു മിഷനായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ നമുക്കതിൽ വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടി താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ ഹാവിങ് മീ.